നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 17-ന് കാൺപൂരിലെ ഗോവിന്ദ്പുരി സ്റ്റേഷന് സമീപം സബർമതി എക്സ്പ്രസിന്റെ 20 കോച്ചുകൾ പാളം തെറ്റിയതിന് കാരണമായ അട്ടിമറി ശ്രമത്തെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നതിനിടെ വീണ്ടും ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമം തുടരുകയാണ് ഒരു അജ്ഞാത സംഘം. ഇത്തവണ വന്ദേ ഭാരത് അട്ടിമറിക്കാനായിരുന്നു നീക്കം. വന്ദേ ഭാരത് കേന്ദ്ര സർക്കാർ ഇവിടെ അവതരിപ്പിച്ചതിന് ശേഷം പല സംസ്ഥാനങ്ങളിലും എന്തിനേറെ കേരളത്തിലടക്കം വന്ദേ ഭാരതിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. വന്ദേ ഭാരതിന്റെ ചില്ലുകൾ തകരുന്ന സംഭവം അല്ലെങ്കിൽ വന്ദേ ഭാരത് പാളത്തിലൂടെ പോകുന്ന സമയത്ത് എവിടെ നിന്നോ ഇത്തരത്തിലുള്ള വലിയ കല്ലുകൾ വന്ദേ ഭാരതിന് നേരെ എറിയുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് തന്നെയാണ് കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ വന്ദേ ഭാരത് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാജസ്ഥാനിലെ പാലിയിലെത്തിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രാക്കിൽ വെച്ചിരുന്ന കൂറ്റൻ സിമന്റ് സ്ലാബുമായി കൂട്ടിയിടിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. റെയിൽവേ ട്രാക്കിൽ സ്ലാബ് വെച്ച സംഭവത്തിൽ ഗൂഢാലോചന നടക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് ട്രെയിൻ 10 മിനിറ്റ് നിർത്തിയിട്ടു. അഹമ്മദാബാദ് ജോധ്പൂർ വന്ദേ ഭാരത് എക്സ്പ്രസ് അട്ടിമറിക്കാനാണ് ശ്രമം നടന്നത്. അപകട സമയത്ത് വന്ദേ ഭാരത് ട്രെയിൻ അതിവേഗത്തിലായിരുന്നതിനാൽ സിമന്റ് സ്ലാബും ട്രെയിൻ എഞ്ചിന്റെ റെയിൽ ഗാർഡും തകർന്നിട്ടുണ്ട്. റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അടുത്തിടെ രാജ്യത്തിന്റെ പലയിടങ്ങളിലായി ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഉത്തർപ്രദേശിലെ ഫറൂഖാബാദിൽ കസ്ഗജ് ഫറൂഖാബാദ് പാസഞ്ചർ ട്രെയിനു മുന്നിൽ തടിക്കഷ്ണം വെച്ച് അപകടമുണ്ടാക്കാൻ ശ്രമിച്ചത്. കാൺപൂരിൽ ട്രെയിൻ ട്രാക്കിൽ അലോയ് വീൽ സ്ഥാപിച്ച അഫ്സാൻ എന്ന യുവാവിനെയും ദിവസങ്ങൾക്ക് മുൻപാണ് പിടികൂടിയത്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഓഗസ്റ്റ് 23-ന് രാത്രി ജോധ്പൂരിലേക്ക് പോകുകയായിരുന്ന വന്ദേ ഭാരത് ട്രെയിൻ പാലി ജില്ലയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ മനഃപൂർവ്വം സ്ഥാപിച്ചിരുന്ന സിമന്റ് കട്ടയിൽ ഇടിച്ചതാണ് അപകടം. വലിയൊരു അപകടം ഒഴിവായെങ്കിലും സിമന്റ് കട്ട വന്ദേ ഭാരത് ട്രെയിനിന് കേടുപാടുകൾ വരുത്തി. ആ സമയത്ത് വന്ദേ ഭാരതിൽ ഉണ്ടായിരുന്ന 375ഓളം യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാക്കി. കൂട്ടിയിടിച്ചതിനെ തുടർന്ന് ട്രെയിൻ കുറച്ചുനേരം നിർത്തിയെങ്കിലും ഡ്രൈവറും ഗാർഡും എഞ്ചിനും ട്രെയിൻ പരിശോധിച്ച് സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് സ്ഥിരീകരിച്ചതിനു ശേഷം അത് ലക്ഷ്യസ്ഥാനത്തേക്ക് തുടർന്നു. ഗുരുതരമായ പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും അധികൃതർ സംഭവം ഗൗരവമായി കാണുകയും അജ്ഞാതനായ ഒരാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ഫല്ല പവൻ കുമാർ ഓഗസ്റ്റ് 24-ന് റിപ്പോർട്ട് സമർപ്പിച്ചതായി സുമർപൂർ പോലീസ് സ്റ്റേഷൻ SHO ഭരത് സിംഗ് റാവത്ത് പറഞ്ഞു. ഒരു അജ്ഞാത വ്യക്തി അപകടമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ ഡൗൺ ലൈനിൽ കോൺക്രീറ്റ് ബ്ലോക്ക് ഇട്ടതായി സൂചിപ്പിച്ചു. ജീവഹാനിയും റെയിൽവേ സ്വത്തുക്കൾക്ക് നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട്. ഓഗസ്റ്റ് 23-ന് ജവായ് ഡാം റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ ജവായ് ഡാം ബിറോലിയ ഇടയിൽ ഒരു അജ്ഞാതൻ സിമന്റ് ബ്ലോക്ക് സ്ഥാപിച്ചതായും റിപ്പോർട്ട് ചെയ്തു. ജംഗ്ഷനിലൂടെ കടന്നു പോകുകയായിരുന്ന വന്ദേ ഭാരത് ട്രെയിൻ ഉടൻ കൂട്ടിയിടിച്ച് ട്രെയിനിന്റെ റെയിൽ ഗാർഡിന് കേടുപാടുകളും സംഭവിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ട്രാക്കിൽ സിമന്റ് കട്ട കണ്ടെത്തിയത്. കൂടാതെ സിമന്റ് കട്ടയുമായി കൂട്ടിയിടിച്ച് ട്രെയിനിന്റെ റെയിൽ ഗാർഡിന് കേടുപാടുകൾ സംഭവിച്ചതായി റെയിൽവേ CPRO സ്ഥിരീകരിച്ചിട്ടുണ്ട്. ട്രെയിൻ ഏകദേശം 7 മിനിറ്റോളം വൈകി. അപകടമുണ്ടാക്കാൻ സിമന്റ് കട്ട ബോധപൂർവം ട്രാക്കിൽ വെച്ചതാണെന്നും CPRO ഊന്നി പറഞ്ഞു. ഏതായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ അടിക്കടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതുവരെയായിട്ടും വലിയൊരു അപകടം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അധികൃതർ വളരെ വേഗത്തിൽ തന്നെ ഇത്തരത്തിൽ ചെയ്യുന്ന അജ്ഞാത സംഘത്തിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ അന്വേഷണവും തുടരുകയാണ്. കാരണം ഇവരെ പിടിച്ച് തക്കതായ ശിക്ഷ നൽകണം. കാരണം വലിയൊരു അപകടമാണ് ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത്.